മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 7 വയസ്സുകാരനെ നായ്ക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചു. പാലക്കാട് തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി പെട്ടിക്കട സ്വദേശിയായ കുന്നുപുറത്ത് സക്കീർ ഹുസൈന്റെ മകൻ മുഹമ്മദ് ഹിഷാനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. വീടിനടുത്തുള്ള വളർത്തുനായയും തെരുവു നായ്ക്കളും സംഘം ചേർന്ന് കുട്ടിയെ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാൻ പള്ളിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു നായ്ക്കളുടെ കൂട്ടമായ ആക്രമണം. ഇതോടെ ഹിഷാം റോഡിൽ വീഴുകയായിരുന്നു. കയ്യിനും കാലിന്റെ തുടയുടെ മുകൾ ഭാഗത്തും നായകൾ മാംസം കടിച്ചെടുത്ത നിലയിലാണ്. റോഡിൽ തളർന്നു വീണ കുട്ടിയെ വീട്ടുകാരും ഓടിക്കൂടിയവരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം. കഴിഞ്ഞ മാസം തിരുമുറ്റിക്കോട് പഞ്ചായത്തിലെ കുറുകപ്പത്തൂർ, ഇട്ടോണം, കിഴക്കേ ചാത്തന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പേയിളകിയ 2 നായ്ക്കളുടെ ആക്രമണത്തിൽ 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിൽ 3 വയോജനങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് 7 വയസ്സുകാരന് നേരെയുള്ള നായ്ക്കളുടെ കൂട്ടമായ ആക്രമണം. മലബാർ ടൈംസ്, പട്ടാമ്പി. പുതുമാറ്റങ്ങളോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി സൻഹ സിൽക്സ് വളാഞ്ചേരി. പുതിയ സ്റ്റോക്കുകൾ ഒരുക്കി ഈ ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാൻ സൻഹയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൻഹ സിൽക്സ് വളാഞ്ചേരി.